ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ ലഞ്ച് ബോക്സിൽ എന്തൊക്കെ നമുക്ക് നോക്കിയാലോ. ഇതറിയാലോ ഇത് ആർക്കാണ് ലഞ്ച് ബോക്സ് തയ്യാറാക്കണേന്ന്. ഗംഗയ്ക്കാണ് ലഞ്ച് ബോക്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചേന ലഞ്ച് ബോക്സ് തയ്യാറാക്കിയത് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങുന്നത് കൊണ്ട്. പിന്നെ രാവിലെ തന്നെ ദോശ പണി നന്നായിരുന്നു. ഞാൻ സാധാരണ ആട്ടിയാണ് എടുക്കാറുള്ളത്. അരി ഉഴുന്നും വെള്ളത്തിലിട്ട് ആട്ടിയാണ് എടുക്കാറുള്ളത്. ഏറെക്കുറെ കാര്യങ്ങളെല്ലാം ഞാൻ അങ്ങനെയാണ്, മറ്റേ ഈ പൊടി ഐറ്റംസ് ഒന്നും വാങ്ങിക്കാറില്ല. അതായത് ഈ മസാല ഉണ്ടല്ലോ, നമ്മൾ ഈ ചിക്കൻ മസാല, അതേപോലെ തന്നെ കറി മസാല, അങ്ങനത്തെ ഒന്നും വാങ്ങിക്കാറില്ല. എല്ലാം മല്ലിയും മുളകും, അതേപോലെ തന്നെ ഗരം മസാല ഇങ്ങനെ മിക്സ് ചെയ്താണ് ഇടാറുള്ളത്. ഇവിടെ മറ്റ് മസാലയുടെ ഈസ്റ്റേൺ അങ്ങനത്തെ ഒന്നും മസാല പൗഡറിന്റെ ആ ഒരു ഇതൊന്നും, ആ ചെവയൊന്നും ഇഷ്ടമില്ല ഇവിടെ ഉള്ളവർക്കൊന്നും, ഇവിടെ ചേനായാലും മോക്കായാലും. അപ്പൊ അതുകൊണ്ട് ഇതേപോലെ മല്ലിയും മുളകും മിക്സ് ചെയ്തുള്ള അതാണ് ചെയ്യുന്നത്. അപ്പൊ അത് മാത്രമല്ല, പൊടിച്ചതേ വാങ്ങിക്കാറുള്ളൂ. നമ്മൾ കടയിൽ നിന്നുള്ള പാക്കറ്റിലുള്ളത് വാങ്ങിക്കാറില്ല, പൊടിച്ചെടുക്കാറാണ് പതിവ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലഞ്ച് ബോക്സ് എന്തൊക്കെ നമുക്ക് നോക്കാം. ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് ഗംഗയുടെ സ്റ്റാർ ഡേ ആണ്. അപ്പൊ ഗംഗയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് സാമ്പാർ. ഗംഗയ്ക്ക് പരിപ്പ്, പപ്പടം ഇഷ്ടമാണ്, പരിപ്പ് അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ട് സാമ്പാറും അവിയലും അതേപോലെ തന്നെ വെള്ളരിക്ക കിച്ചടി, ഇത്രയാണ് ഇന്ന് ലഞ്ച് ബോക്സിൽ തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ എനിക്ക് തോരൻ വെക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല, കാരണം 7:30 ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പൊ അതിനു മുന്നേ ഇതെല്ലാം തീർക്കുകയും വേണം. അപ്പൊ ഇന്നലെ പിന്നെ അരുവിക്കരയിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഒരുപാട് താമസിച്ചു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.